ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞൂസ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ നല്ല നാടൻ ചാള, അതായത് നെയ്ച്ചാളയാണ്, നിറയെ നെയ്യുള്ള ചാളയാണ് കേട്ടോ. അപ്പോൾ വയറൊക്കെ പൊട്ടിയിട്ടാണ് ഇങ്ങനെ ഇരുന്നിരുന്നത്. പക്ഷെ കുറച്ചെടുത്തിട്ട് ഞങ്ങൾ ഇന്നലെ കറി വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ വയറ് പൊട്ടിയത് നോക്കിയിട്ട് കാര്യമില്ല, നെയ്യ് കൂടുതലുള്ള കാരണമാണ്. അപ്പോൾ ഞാനതൊന്ന് എടുത്തിട്ട് തേങ്ങയൊന്നും അരയ്ക്കാണ്ട് തക്കാളി സവോളയൊക്കെ ഇട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതൊന്ന് ചെതമ്പലൊന്ന് കളഞ്ഞ് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് കല്ലുപ്പിട്ടിട്ട് നമ്മുടെ മൺചട്ടിയെ ഒന്ന് ഇട്ട് ഉരച്ച് ക്ലീൻ ആക്കിയിട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാനൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ഒന്ന് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കുന്നുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 3 ടീസ്പൂണ് മുളക് പൊടി, 3 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്റ്റൗവ് എപ്പോഴും ഫ്ലെയിം കുറച്ച് വെക്കണം. ചട്ടി പെട്ടെന്ന് ചൂട് കൂടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കും കേട്ടോ. അപ്പോൾ ഞാനൊരു 15ഓളം നമ്മുടെ മുളക് എടുത്തിട്ട് ഒന്ന് നടുകെ കീറിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തൊപ്പിയൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല, ഞെട്ട് കളഞ്ഞിട്ടില്ല. എന്താ വെച്ചാൽ വിഷാംശമില്ലാത്ത നമ്മുടെ വീട്ടിലത്തെ മുളക് തന്നെയല്ലേ, കടന്ന് മേടിക്കുന്നതാണെന്ന് വെച്ചെങ്കിൽ ഞെട്ടിയൊക്കെ കളഞ്ഞിട്ട് ഇട്ടോണം. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 5 വെളുത്തുള്ളി ചതച്ചതും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഞാൻ നല്ലതുപോലെ ഇളക്കിയിട്ട് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു ചെറിയ സവോള ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സവോള അരിഞ്ഞിട്ടില്ല വെച്ചെങ്കിലും നമ്മുടെ മുളകും മല്ലിയും മഞ്ഞപ്പൊടിയും ഒക്കെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഈ മുളകും പിന്നെ നമ്മുടെ ഈ പച്ചമുളകും പിന്നെ നമ്മുടെ കറിവേപ്പില ഇട്ടിട്ട് വാളംപുളി പിഴിഞ്ഞൊഴിച്ചിട്ട് ഒന്ന് വറ്റിച്ച് വെച്ചാലും ചാള അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സവോള അരിഞ്ഞിട്ടിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനൊരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനിതൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ തക്കാളിയുടെ പുളിയും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാനിതിലേക്ക് ഇത്രയും വലിപ്പത്തിലുള്ള നമ്മുടെ വാളംപുളി അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുളിയുടെ അത് പെടാതെ കയ്യിലേക്ക് ഒന്ന് അരിച്ചിട്ട് ഇങ്ങനെ പിഴിഞ്ഞിട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അതിന് ശേഷം ഞാനിതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ സ്റ്റവ് ഓണാക്കിയിട്ടൊന്നുമില്ല, വെറുതെ മുളകും മല്ലിയൊക്കെ ചൂടാക്കിയതിന് ശേഷം ഞാൻ ഓഫാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാതും കൂടി കഴിഞ്ഞിട്ട് ഉപ്പ് പാകത്തിന് ഇട്ടതിന് ശേഷം ഞാൻ ഇനി സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓണാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് വേഗം വരട്ടെ. ഒന്ന് തിളച്ചതിന് ശേഷം ഞാൻ മീനിട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കി നോക്കാം. കണ്ടില്ലേ, നല്ലതുപോലെ തിളച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മീനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സമയം നമുക്കിതിൽ ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി കൊടുക്കാം കേട്ടോ. ഉപ്പും പുളിയൊക്കെ കുറവാണ് വെച്ചെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ 2 കഷ്ണമാണ് ആക്കിയിരിക്കുന്നത് ഒരു മീൻ. അത് ഞാനിതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് അധികം ഇട്ടിട്ട് കുത്തി ഇളക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ അത് അത്യാവശ്യം നെയ്യുള്ള ചാളയായ കാരണം പെട്ടെന്ന് അത് ഉടഞ്ഞു പോവും. മീനിൻ്റെ മുള്ളു മാത്രമേ പിന്നെ കറിയിൽ ഉണ്ടാവുള്ളൂ, മാംസമൊക്കെ അതിൽ അങ്ങോട്ട് അലിഞ്ഞ് ചേരും. അപ്പോൾ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലായിടത്തേക്കും ഞാൻ ഈ മുളകും ചാറൊക്കെ ഒന്ന് ആക്കിയിട്ട് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മുളകൊക്കെ അല്ലേ ഇതിൽ ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ മുളക് മാത്രം നമുക്ക് ചോറിലൊന്നും ഞരടിയിട്ട് കഴിക്കാൻ അത്രയ്ക്കും ടേസ്റ്റാവും കേട്ടോ ഈ മുളകിന്. അപ്പോൾ അതിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഈ മുളക് തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മുടെ കടയിൽ നിന്ന് മേടിക്കണ മുളകായാലും ഈ ചാളക്കറിയിൽ മുളക് ഇടുമ്പോൾ പച്ചമുളക് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇതുപോലെയുള്ള കാന്താരിയൊക്കെ ഇട്ടുണ്ട് വെച്ചിങ്ങ കേട്ടോ. അപ്പോൾ ഉപ്പുണ്ടോയെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഉപ്പ് ഇപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യത്തിന് ഉണ്ട്, എന്നാലും കുറച്ച് കുറവുണ്ട്. അത് ഒന്നും കൂടി തിളച്ച് നമുക്ക് വറ്റണോട് കൂടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടി ഞാൻ മൂടി വെച്ചതൊന്ന് തുറന്ന് നോക്കിയപ്പോൾ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ മീനൊക്കെ നല്ലതുപോലെ വെന്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ തക്കാളിയുടെയും സവോളയുടെയും ഒക്കെ ഒന്ന് അലിഞ്ഞ് ചേർന്ന് വരുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ശരി, ഞാൻ ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കൊടുക്കാം.
അപ്പോൾ ഞാൻ നേരത്തെ ഉപ്പിടാഞ്ഞത് എന്താ വെച്ചെങ്കിൽ കുറവ് തോന്നിയാലും ചിലപ്പോൾ വറ്റി വരുമ്പോൾ പിന്നെ അത് കറക്റ്റ് ആവുക. അപ്പോൾ ഇപ്പോൾ നോക്കിയപ്പോഴും കുറച്ച് കുറവ് തന്നെയാണ്, അപ്പോഴാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇത് നമുക്കൊന്ന് കാച്ചിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാവുമ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ സൺഫ്ലവറൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ മീൻ കറിയിലേക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ശരിക്കും വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് കടുകാണ് കേട്ടോ താളിക്കാൻ പോകുന്നത്. അപ്പോൾ കടുക് ഇങ്ങനെ പൊട്ടി പൊട്ടി കഴിയണോട് കൂടി ഞാൻ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ 2 വറ്റൽമുളകാണ് ഞാൻ ഇട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ഉള്ളി കാച്ചണില്ല. ഈ തക്കാളിയും സവോളയൊക്കെ ഇതിലിട്ടിട്ട് ഇതുപോലെ മീൻകറി വെക്കുമ്പോൾ ഉള്ളി കാച്ചണേക്കാളും ടേസ്റ്റ് എനിക്ക് ഇതുപോലെ കടുക് ഉലുവയും മുളകൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഇടുമ്പോഴാണ് തോന്നിയിരിക്കുന്നത് കേട്ടോ. നാളികേരം മരച്ചതാണ് വെച്ചിങ്ങനെ എപ്പോഴും നമ്മൾ ഉള്ളി കാച്ചണത് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ മുളകും കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ കറിയിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റാണ്, അടിപൊളി. പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. തേങ്ങ അരയ്ക്കുക, തേങ്ങ പിഴിഞ്ഞൊഴിക്കുക, നാളികേരപ്പാൽ ഒഴിക്കുക, ഒന്നും വേണ്ട. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.